സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. രഥോദ്ധത എന്ന വൃത്തമാണ് 47ാമത്തെ ദശകം. തൈര് കടയാൻ പുറപ്പെടുന്നതായിട്ടുള്ള യശോദയെ തടഞ്ഞ് ആ കടകോല അങ്ങോട്ട് പിടിച്ച് നിർത്തും. അവിടെ എനിക്കിത്തിരി കുടിക്കണം. കുട്ടികൾക്കൊക്കെ നമ്മുടെ മുകളിൽ അധികാരമുണ്ട്, സ്നേഹരൂപത്തിലുള്ള അധികാര. അമ്മമാർക്കത് ഇഷ്ടാവുകയും ചെയ്യും അല്ലേ? അങ്ങനത്തെ അധികാരമാണ്, മടുപ്പിക്കുന്ന അധികാരമല്ല. സ്തന്യലോലുപതയാ നിവാരയൻ അംഗമേത്യഭിവൻ പയോധരു. തൻ്റെ അവകാശമാണ്. അപ്പോൾ എന്താ ചോദിക്കേണ്ട ആവശ്യം? സുഖമായിട്ട് മുലപ്പാലാണ്ട് കുട്ടിച്ചു തുടങ്ങി. അർദ്ധപീതകുചമണ്ഡലേ ത്വയി സ്നിഗ്ധഹാസമധുരാനനംബുജേ ദുഗ്ധമീശദഹനേ പരിസൃതം ധർത്തുമാശു ജനനീ ജഗാമതേ. പാല് ഒന്നങ്ങനെ ഇളക്കി തിളച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടി അവിടേക്ക് ഇളക്കാൻ വേണ്ടി പോയി. സമീപീതരസഭംഗസംഗത ക്രോധഭാരപരിഭൂതചേതസ. ദേഷ്യം ഇങ്ങോട്ട് വന്നിട്ടേ കുട്ടിക്കെല്ലാം ഇങ്ങോട്ട് ഭംഗം വന്നില്ലേ? മന്ദദണ്ഡമുപകൃക്യപാടിതം ഹന്ത ദേവദതിഭാജനം സ്ത്വയാ. തൈരൊക്കെ കലക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങോട്ട് പൊട്ടിയില്ലേ? കാലം പൊട്ടി ആ തൈര് മുഴുവൻ തറിണ്ടറിയോ അങ്ങോട്ട് പോയി അവിടെ. അടുത്ത ശ്ലോകം. ചലധ്വനിതമുച്ചകേ തദാ സന്നിശമ്യ ജനനീ സമാതൃത യശോഭിസരവത്തദർശസാ സത്യയേവദതി വിസ്തൃതം ക്ഷിതൗ. എന്തിപ്പോൾ ഒരു ശബ്ദം കേട്ടത്? കഠേ എന്ന ശബ്ദം കേട്ടു. തൈരൊക്കെ അവിടെ കളകളാന്ന് പോണ ശബ്ദം കേട്ടു. തഥാ ഉച്ചകൈ ഉച്ചലത്ത്. ഉച്ചത്തിൽ കേട്ട ശബ്ദം. അടിച്ചപ്പോൾ ശബ്ദം ഉണ്ടാവുമല്ലോ. കേട്ടിട്ട് ധ്വനിതം. നിശമ്യ. നിശമ്യ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട്. സന്നിശമ്യ സമാതൃത സാ ജനനി. ഓടി വന്നതായ അമ്മ. സമാതൃത ഓടി വന്ന. ശബ്ദം കേട്ട് ഓടി വന്ന യശോദ. ഉച്ചകൈ ഉച്ചല ധ്വനിതം. ഉറക്കെ കേട്ട ശബ്ദം കേട്ട്, പൊങ്ങിയ ശബ്ദം കേട്ട് സമാതൃത സ ജനനി, ഓടിയെത്തിയതായിട്ടുള്ള അമ്മ. എന്തേ കണ്ടത്? കഷ്ടം. ആ തൈര് മുഴുവൻ അവിടെ പോയതായിട്ട് കണ്ടു. ഇത്ര ബുദ്ധിമുട്ടി ഇത്ര നേരം കലക്കിയതാ. ആ തൈരൊക്കെ അതാ നിലത്താണ് പോയി. പിന്നെ എന്തിനു പറ്റിയെടുക്കാൻ പറ്റുമോ? ആ തൈര് ഇങ്ങനെ വ്യാപിച്ചത് കണ്ടാൽ എന്ത് തോന്നും? അവിടെ ഒരു ഉപമ പ്രയോഗിച്ചിരിക്കാൻ മേപ്പത്തൂര്. ത്വത് യശോ വിസരവത്ത്. ഈ ഗുരുവായൂരപ്പ അങ്ങയുടെ യശസ് ഈ 3 ലോകവും പരന്നിരിക്കണു. ഭഗവാന്റെ യശസ് എത്താത്ത സ്ഥലം ഈ 14 ലോകത്തിലുണ്ടോ? അപ്പോൾ സർവ്വദിക്കിലും വ്യാപിച്ചതായിട്ടുള്ള നല്ല യശസ്, ദുര്യശസ്സല്ല, ദുഷ്കീർത്തിയല്ല. കീർത്തി 2 തരത്തിലുണ്ട്. അത് വെളുത്ത നിറാണ് തൈര്. അതുകൊണ്ടാണ് നല്ലതുമായിട്ട് ഉപമിച്ചത്. വെളുത്ത നിറാണ്, വേറെ ഒരു നിറമല്ല. വെളുപ്പ് എപ്പോഴും ശുദ്ധതയുടെയും സാത്വികത്തിൻ്റെയും പ്രതീകമാണ്. ശുദ്ധത്തിൻ്റെയും സത്വികത്തിൻ്റെയും സദ്ഗുണങ്ങളുടെയൊക്കെ പ്രതീകമാണ് ഈ വെളുപ്പ്. ഇപ്പം തൈര് അവിടെ മുഴുവനെ വ്യാപിച്ചു. വലിയ കലാണ്, കുറച്ചൊന്നുമല്ല, ഗോകുലാണ്. അവിടെ ഉണ്ടോ തൈരിനും മോരിനും വല്ല ക്ഷാമവും? വലിയ കലത്തിൽ 5-8 നാരായം ഇടങ്ങഴി തൈരുണ്ടാവും. അതൊക്കെ ഇവിടെ പോയത്. യശോ ത്വത് യശോ വിസരവത്. ത്വദ്യശോ വിസരവത്. ത്വദ്യശോ എന്ന് പറഞ്ഞാൽ ത്വത് പ്ലസ് യശോ. ആ യശസ് വ്യാപിച്ച പോലെ, ശുദ്ധമായിട്ടുള്ള കീർത്തി എല്ലാ ദിക്കിലും വ്യാപിച്ച പോലെ യശോദ അങ്ങേ ആ തൈര് അവിടെ വ്യാപിച്ചതായിട്ട് കണ്ടു.
സദ്യ ഏവ ദധി വിസ്തൃതം ക്ഷിതൗ. ദധി എന്ന് പറഞ്ഞാൽ തൈര്, ക്ഷിതൗ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ തൈര് നിലത്ത് മുഴുവനെ പോയത് കണ്ടു. ഏതുപോലെ അങ്ങയുടെ നിർമ്മലമായിരിക്കുന്ന യശസ് ലോകം മുഴുവനെ ഗുരുവായൂരപ്പ പരന്ന പോലെ ഉച്ചലധ്വനിതമുച്ചകൈസ്തത. ഉച്ചത്തിൽ കേട്ട ശബ്ദം കേട്ടിട്ട്, സന്നിശമ്യ കേട്ടിട്ട്, ജനനീ സമാതൃത ഓടി വന്നതായിട്ടുള്ള അമ്മ എന്ത് കണ്ടു? തത് യശോവിസരവത് അങ്ങയുടെ കീർത്തി, നിർമ്മലമായിട്ടുള്ള കീർത്തി ലോകം മുഴുവനെ വ്യാപിച്ച പോലെ ദധി ക്ഷിതൗ വിസ്തൃതം ദദർശ. തൈര് ഭൂമിയിൽ പരന്നതായി കണ്ടു. ആർക്കായാലും ദേഷ്യം വരും ഇല്ലേ? സന്തോഷമൊന്നുമല്ലല്ലോ ഉണ്ടാവും. അത്രയും തൈര് മുഴുവൻ നിലത്ത് പോയി. അങ്ങനെ തിരയുകയാണ്. അപ്പം മുമ്പൊരിക്കൽ പറയുണ്ടായി, ഈ ഗോപിമാർ മുഴുവൻ കൃഷ്ണനെക്കുറിച്ച് പല ആക്ഷേപങ്ങൾ പറഞ്ഞിരുന്നു. പശുവിനെ കെട്ടിയിട്ടു അഴിച്ചു വിട്ടു എന്നും, കുട്ടികളെ ഉണർത്തുകയാണ് എന്നും, എവിടെ കൊണ്ടുവച്ചാലും മോഷ്ടിച്ചെടുക്കും എന്നും പറഞ്ഞിരുന്നല്ലോ. അപ്പോഴൊക്കെ യശോദ കുട്ടികളായ കുറച്ച് വികൃതി ഉണ്ടാവും. വികൃതിയുള്ള കുട്ടികൾക്ക് അത്രേ ബുദ്ധി ഉണ്ടാവുക വലുതായ. ഒന്നിനും കൊള്ളാത്ത കുട്ടികളെ എന്തിനാ പറ്റുക? അതാത് പ്രായത്തിൽ കാണിക്കേണ്ട കുസൃതികൾ അതാത് പ്രായത്തിൽ കുറച്ചൊക്കെ വേണം എന്നാണ് ഒരു പക്ഷം. കുട്ടികൾ വികൃതിയില്ലെങ്കിൽ കുട്ടി എന്തിനാ കൊള്ളുക? അത് കുട്ടികളുടെ സ്വഭാവമാണ് അല്ലേ? അങ്ങനെ യശോദ വിചാരിച്ച് തൻ്റെ കുട്ടിയെ ന്യായീകരിച്ചു. വികൃതിയില്ലാത്ത കുട്ടികളോ അതെന്തിനാ കൊള്ളുക? കുട്ടികൾ നമ്മളെപ്പോലെ കാര്യമായിട്ട് ഇങ്ങനെ വിചാരിക്കുക, കാര്യാലോചനകൾ ചെയ്യുക, സമയത്ത് ഊണ് കഴിക്കുക, ഒരിക്കലും കരയാണ്ടിരിക്കുക, ഗൗരവത്തിൽ പേപ്പർ വായിക്കുക. ഇത് കുട്ടിയെ പിന്നെ ആ കുട്ടിക്ക് എന്താ ഒരു രസമുള്ളത് അല്ലേ? കെട്ടിട നിർമ്മാണത്തിനെ പറ്റി സംസാരിക്കുക, രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കുക, അതൊക്കെ നമ്മൾ കുട്ടികളാവുമ്പോൾ എന്താ വികൃതി കാണിക്കും, ചിലപ്പോൾ ചിലത് കേടുവരുത്തും. അതൊക്കെ സഹജമാണ്. ഇപ്പം ഏതോ ഒരു ഫ്ലൂട്ട് അല്ലെങ്കിൽ ഒരു ഉപകരണം ഒരു കുട്ടി കേടുവരുത്തി തല്ലി പൊട്ടിച്ചു, ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും ഇല്ലേ? പക്ഷെ അറിവുള്ള ഒരാൾ എന്താ അത്രേ പറയുക, അത് കണ്ട് ആസ്വദിക്കുന്നതാണ്. നമ്മൾ ആ ഫ്ലൂട്ട് മനോഹരമായി സൂക്ഷിച്ച് വായിച്ച് കിട്ടുന്ന അതേ നിർവൃതിയായിരിക്കും ചിലപ്പോൾ ആ കുട്ടിക്കത് തല്ലി പൊട്ടിക്കുമ്പോൾ കിട്ടുക എന്നാണ്. അത് കാണണമെങ്കിൽ കുറച്ച് സംസ്കാരം മനസ്സിന് വേണം. ഫ്ലൂട്ട് വേറൊന്ന് വാങ്ങിയാൽ കിട്ടും. നമ്മളെന്തിനീ വസ്തുക്കളെ ഇങ്ങനെ സ്നേഹിക്കണം? വസ്തുക്കളെ സ്നേഹിക്കണോ കുട്ടിയെ സ്നേഹിക്കണോ? കുട്ടിയല്ലേ സ്നേഹിക്കേണ്ട? അത് വേറൊന്നും മേടിക്കാമെന്ന. ആ കുട്ടിയുടെ ആ ഒരു കളി നമുക്ക് ആസ്വദിക്കാൻ പറ്റണം ശരിക്കും എന്നാണ് പറയണത്. അവനത് വികൃതിയാണെന്നോ അത് മൂലമുള്ള നാശനഷ്ടമോ വലിയ ആൾക്കാരുടെ മനസ്താപമോ അതിനറിയില്ലല്ലോ. അതാണ് ഇവിടെ യശോദ ഇവരെല്ലാം പറഞ്ഞിട്ടും തൻ്റെ കുട്ടി ഒരു ശരിയില്ലാത്ത കുട്ടിയാണെന്ന് തോന്നിയില്ല. അത് ഏതെങ്കിലും അമ്മയ്ക്ക് തോന്നുമോ? ഇവിടെ പക്ഷേ പറയണം, ഇപ്പം തോന്നി. ഇവൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. ഇവരൊന്നും പറയണത് വെറുതെ അല്ല. ഇപ്പം എനിക്ക് തോന്നി ഇവൻ്റെ കയ്യിൽ കുറച്ച് കോപ്പൊക്കെ ഉണ്ട്. കണ്ടില്ലേ, അവനോൻ്റെ അനുഭവം വന്നപ്പോൾ എല്ലാവർക്കും കാര്യം വിശ്വാസമായി, ബോധ്യമായി. കാണിച്ചു കൊടുക്കാം. ഇന്നൊരു ശിക്ഷ എന്തായാലും അവന് കൂട്ടിക്കണം, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് യശോദയ്ക്ക് തോന്നിയപ്പോഴോ തെരഞ്ഞു. ആദ്യം കൈ കിട്ടിയിട്ട് വേണ്ടേ? അതാണ് അവിടെ പെത്തൂര് പറയണം, വേദമാർക്ക പരിമാർക്കിതം വിഭുരുഷ താമവേക്ഷ്യ പരിമാർക്ക എന്ത്യസോ. സർവേശ്വര, അങ്ങേ വേദമാർഗങ്ങളിൽ കൂടിയിട്ടും പല മാർഗങ്ങളിൽ കൂടിയിട്ട് എത്ര കാലം അന്വേഷിക്കണു മനുഷ്യന്മാർ, എന്നിട്ടുണ്ടോ കിട്ടണു? ആർക്കെങ്കിലും എൻ്റെ ഉള്ളം കയ്യിലാണ് ഭഗവാൻ എന്ന് പറയാറായിട്ടുണ്ടോ? ഇല്ല, ആർക്കും ആവില്ല. ഒക്കെ ചില നന്മകളൊക്കെ കാണും, പൂർവ്വജന്മകൃതം കൊണ്ടാവാം, എന്തെങ്കിലും നാല് നാമം ചോദിച്ചിട്ട് ഗുണമുണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അത് 100% ഈശ്വരൻ എൻ്റെ കയ്യിലാണ് എന്നൊന്നും പറയാൻ ആർക്കും കഴിയില്ല എന്നാണ്. ആർക്കും കഴിയില്ല. മഹാന്മാർക്കും കൂടി രോഗങ്ങളുണ്ടായിട്ടുണ്ട്. രാമകൃഷ്ണപരമഹംസർക്ക് കഴുത്തിൽ കുഴപ്പമുണ്ടായിട്ടുണ്ട്. എത്ര മഹാന്മാർക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഈശ്വരൻ കയ്യിലാണോ എന്ന് ചോദിച്ചാലല്ല. അപ്പോൾ എത്ര തിരഞ്ഞാലും കിട്ടാത്തതായിട്ടുള്ള ഭഗവാനെ വേദമാർക്ക പരിമാർക്കിതം രുഷ,
ദേഷ്യം വന്നിട്ട് ഇത്രയും നേരം കടഞ്ഞുണ്ടാക്കിയ തൈരൊക്കെയാണ് വികൃതി കളഞ്ഞത്. കാണിച്ചു തരാം ഞാൻ. ഋഷ തെരഞ്ഞു. പട്ടേരിപ്പഴ പറയുന്ന വേദങ്ങൾ മാർഗങ്ങളിൽ കൂടി തെരഞ്ഞ് കിട്ടാത്ത കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങേ പിന്നെ ഉണ്ടോ ശിക്ഷിക്കാൻ നോക്കിയാൽ കിട്ടിയില്ല. എവിടെ നോക്കിയാലും കാണാനില്ല. ത്വാം അവീക്ഷ്യ അങ്ങയെ കാണാതെ കണ്ട് തെരഞ്ഞ് ഓടി ഇത്തിരി ഓടട്ടെ, അങ്ങനെയൊന്നും തന്നെ കിട്ടില്ല. ത്വാം അവീക്ഷ്യ പരിമാർഗ എന്ത്യസൗ തെരയെന്നെ. അവിടെ ഇവിടെയൊക്കെ എത്ര തിരയണു നമ്മൾ. ബദരി പോയി നോക്കും, കാശി പോയി നോക്കും, ഇല്ലേ, വൃന്ദാവനത്തിൽ പോയി നോക്കും. എന്നാൽ നീ തിരുപ്പതിയിലുണ്ടോ നോക്കിക്കളയാം. എവിടെ കിട്ടാനാ? ഇവിടെ നിന്നും ഭഗവാൻ ഉണ്ടാവില്ല കേട്ടോ. എല്ലാ ദിക്കിലും ഉണ്ടാ, അതുപോലെ അവിടെ ഉണ്ടെന്നല്ലാണ്ട് നമ്മുടെ അവിടെ എന്താ ഇല്ലായ്മ? ഈശ്വര കഥ പറയുന്ന ദിക്കിൽ ഭഗവാൻ ഉണ്ടേ. അത് ബോധ്യമാവണില്ല ആൾക്കാർക്ക്. എന്താ ഒരു കഷ്ടമായിട്ടുള്ള കാര്യം അത്. മത് ഭക്ത എത്ര ഗായന്തി തത്ര തിഷ്ടന്തി നാരദ. എൻ്റെ ഭക്തന്മാരെൻ്റെ കഥ ഭക്തിയോടു കൂടിയിട്ട് എവിടെ പറയുന്നുണ്ടോ അവിടെയാണ് എൻ്റെ വാസം. എന്തിന് ബദരി, എന്തിന് കാശി, എന്തിന് ഗുരുവായൂർ, എന്തിന് തിരുപ്പതി? ഇതൊക്കെ ഒരു ഭ്രമമാണ്. ശരിക്കും പറയാച്ച, അൾട്ടിമേറ്റ്ലി പറയാച്ച ഒരു ഭ്രമമാണ്. വരുത് ഒരു പരിധി വരെ നാരായണീയത്തിൽ കൂടി ഭാഗവതത്തിൽ കൂടി ഉയർന്നാൽ പിന്നെ അതിന് നിൽക്കണ്ട. ഈ തീർത്ഥയാത്രയെ എന്തിനെ ക്യൂ നിൽക്കണം? നമ്മുടെ മനസ്സിലുള്ള സാധനത്തിനെ കാണാൻ ക്യൂ നിൽക്കണോ? ശരീരത്തെ ക്ലേശിപ്പിക്കണോ? യാത്ര ചെയ്യണോ? പൈസ ചിലവാക്കണോ? അധ്വാനിക്കണോ? ഒന്നും വേണ്ട. നാരായണീയം വായിക്കൂ, ഭാഗവതം വായിക്കൂ, അവിടെ ഉണ്ട് ഭഗവാനെ. പക്ഷെ അതിന് തോന്നൽ വേണം കേട്ടോ, അല്ലാണ്ട് അതൊന്നും എടുക്കാനോ കേൾക്കാനോ ഒന്നും പറ്റില്ല. സന്തദർശ സുഹൃതിന്യുലൂകലേ. ഇവിടെ നോക്കിയിട്ടും കാണാതെ സുഹൃതിയായിട്ടുള്ള യശോദ കണ്ടു. എങ്ങനെ കണ്ടു? ദീയമാന നവനീത മോതവേ. ഒരു ഉരലിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയിരിക്കണതേ. ഉലൂകലേ. ഒരു ക്യാമറയും ടച്ച സെൽഫി ആരായാലും എടുത്തു പോകുന്നതാണ് ആ ഒരു രൂപം ഇങ്ങനെ കണ്ടാൽ. ഉരലിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയിരിക്കുക. എത്ര സ്ഥലമുണ്ട് ഉരലിൻ്റെ മുകളിൽ? വട്ടം എന്നൊക്കെ പറയണതാ. ഒരു കുട്ടിക്ക് ശരിക്കും ഇരിക്കാനുള്ള സ്ഥലമുണ്ടോ അവിടെ? എങ്ങനെയോ ഭഗവാൻ ഉണ്ടാക്കി. കുട്ടികൾ അങ്ങനെ ചില സ്ഥലമൊക്കെ ഉണ്ടാക്കി ഇരിക്കാനില്ലേ. ചെറിയൊരു ഉമ്മർപ്പടിയാണെങ്കിലും അവിടെ ഇരിക്കും. നമുക്ക് തോന്നും ഇവർ എങ്ങനെയാണ് അവിടെ ഇരിക്കണത്. കൃത്യമായിട്ട് ആ കാലിൻ്റെ അളവും ആ സ്റ്റെപ്പിൻ്റെ നീളം ഉയരമൊക്കെ കണക്കാക്കി നോക്കിയാൽ കൃത്യമായിട്ട് അവരിത് നോക്കിയിട്ടൊന്നുമില്ല. അതങ്ങനെയൊക്കെയാണ് ആവണതാണ് ഇടയ്ക്ക്. ആയി വരികയാണ്. അതുപോലെ ഭഗവാൻ ആ ഒരു വിരലിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ദിയമാനനവനീതമോദവേ. വെണ്ണ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഭഗവാൻ ഒന്നും തൻ്റെയാക്കി വെച്ചിട്ടില്ല എന്നാണ്. ഒരു സ്വാർത്ഥികളാണ് നമ്മുടെ സ്വഭാവമാണ്. കാക്കയ്ക്ക്, പൂച്ചയ്ക്ക്, കുരങ്ങന്മാർക്ക് എല്ലാവർക്കും കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആര് കഴിച്ചാലും താൻ കഴിച്ച പോലെ തന്നെയാണല്ലോ. അതൊക്കെ ഭൂതഭാവനയാണ്. എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലുള്ള ആളാണ് ഭഗവാൻ. അവരൊക്കെ ഭക്ഷിച്ചാതെ അവിടെ തനിക്ക് തന്നെ എത്തുന്നത്. ദിയമാന നവനീത മോദവേ. ആ വെണ്ണ അങ്ങനെ ആയി വരണ പ്രായമാണല്ലോ. എടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നതായി ഉരലിൻ്റെ മുകളിൽ ഇരിക്കുന്നതായിട്ട് യശോദ കണ്ടു. ഭാഗ്യം കൊണ്ടാണ് കേട്ടോ കണ്ടത്. സുകൃതി. ഭൂട്ടനെയൊക്കെ പുത്രനായിട്ട് കിട്ടാൻ തന്നെ എത്ര ഭാഗ്യം വേണം. അപ്പോൾ വേദമാർഗത്തിൽ അന്വേഷിച്ചാലും കിട്ടാത്തതായിട്ടുള്ള ഭഗവാനെ അന്വേഷിച്ച് ഒടുവിൽ യശോദ ഉരലിൻ്റെ മുകളിലിരിക്കുന്നതായി കണ്ടു. ഉച്ചലധ്വനിതമുച്ചകേ തഥാ സന്നിശമ്യ ജനനീ സമാതൃത. ഓടി വന്നു ശബ്ദം കേട്ടിട്ട് യശോവിസരവദ്ദർശസ. യശസ് പരന്ന പോലെ കണ്ടു. സദ്യ ഏവ ദതി വിസ്തൃതം ചിതൗ. ഷിതോ ഭൂമിയിൽ പരന്ന തൈര് അവിടെ കണ്ടു. വേദമാർഗപരിമാർഗിതം ഋഷ. വേദത്താൽ അറിയേണ്ടവൻ. ത്വാം അവീക്ഷ പരിമാർഗ എന്ത്യസോ. കാണാതെ തെരഞ്ഞു. സന്തദർശ സുകൃതി നീ ഉലൂഹലേ. സുകൃതി പുല്ലിംഗാണ്, സുകൃതിനി സ്ത്രീലിംഗാണ്. ശോധയാണോണ്ട് സ്ത്രീകൃതിനി എന്നാണ് കേട്ടോ വാക്ക്. സുകൃതിനി പ്ലസ് ഉലൂഹലേ. സുകൃതിനി ഉലൂഹലേ. സുകൃതി എന്ന് പറഞ്ഞാൽ പുല്ലിംഗ. നമുക്കതിൽ വള്ളിയിട്ടതൊക്കെ സ്ത്രീലിംഗമല്ല. സുകൃതി പുല്ലിംഗം, സുകൃതിനി സ്ത്രീലിംഗം. സന്തദർശ സുകൃതിനി ഉലൂഹലേ. സുകൃതിനി പ്ലസ് ഉലൂഹലേ.
ദീയമാന നവനീതമോദവേ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.